ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ജോർജറ്റിൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ ഒരു കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനൊക്കെ ഉണ്ട്. അതുപോലെ സ്റ്റോൺ വർക്ക്, ഈ ഒരു നെക്ക് ഡിസൈനിൽ തന്നെ ചെറിയൊരു സ്റ്റോൺ വർക്കും കൂടി വരുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയലും കൂടി, ഈ മെറ്റീരിയലിൽ തന്നെ എന്താണ് പാൻറ്റിനും ലൈനിങ്ങിനും കൂടി ഉള്ള മെറ്റീരിയൽ ഇത് ഈ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോട്ടം പോർഷനിലും ഇതുപോലെ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ടോപ്പിന് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പീസിൽ നമുക്ക് പാൻറ്റും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞിരുന്നത് ചുടി ബോട്ടം പാൻറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത ചുടി ബോട്ടത്തിൻ്റെ പാറ്റേൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാണ് പാറ്റേൺ ഷീറ്റ് എന്നൊക്കെ പറയും. ഈ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഫാബ്രിക്കിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതാ കുറച്ച് പോർഷനൊക്കെ കട്ടായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിത് ഫാബ്രിക്കിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ അറിയാത്തവർ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. ഞാനിതിൻ്റെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഡയറക്റ്റ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് പാറ്റേണൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫാബ്രിക് രണ്ടായിട്ട് മടക്കുക, അതിനുശേഷം കോണായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കുക. നമ്മൾ അംബർല സ്കേർട്ടിന് എങ്ങനെ ചെയ്യുന്നത് അതുപോലെ. ഇനി നമ്മൾ നേരത്തെ വരച്ച് വെച്ച പാറ്റേണിൽ ഫ്രണ്ട് ബാക്ക് പീസും ഇല്ലേ, അപ്പോൾ നമുക്ക് ബാക്ക് പീസാണ് ആദ്യം വെക്കാവുന്നുള്ളത്. ഇപ്പോൾ രണ്ട് പീസ് നമ്മൾ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്ക് പീസിൻ്റെ ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പാറ്റേൺ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ വീണ്ടും എപ്പോഴും എടുത്തിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് വെട്ടണ്ട. നമ്മൾ ഇത് ഫാബ്രിക്കിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം സൈസ് ആണെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മെറ്റീരിയലിന് നല്ല നീളം വീതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് നമുക്ക് ചുടി പാൻറ്റ് ആകുമ്പോൾ നല്ല ഗ്യാദേഴ്സ് വേണമല്ലോ, ബോട്ടം പോർഷനിൽ നല്ല ചുരുക്ക് വേണം. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും എടുത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനുള്ള മാക്സിമം ലെങ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് പീസൊക്കെ വെച്ചിട്ട് ലെങ്ത് കൂട്ടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ഉള്ള മാക്സിമം ലെങ്തിൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ഈ പാറ്റേണിൽ എഴുതിയിട്ടുണ്ട് ആഡ് 15 ഇഞ്ചസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ മാക്സിമം എനിക്ക് കിട്ടുന്ന അതനുസരിച്ച് ഞാൻ ഇവിടെ കട്ട് ചെയ്യുകയാണേ. അപ്പോൾ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ കറക്റ്റ് നീറ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, വളവും തിരിവൊന്നും ഇല്ലാതെ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ലെങ്തിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഞാൻ മുകളിൽ വെച്ചിരിക്കുന്നത് 1.5 ഇഞ്ചസ് അകത്തേക്ക് കയറിയിട്ടാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് കയറ്റി വെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്ന അത്രയും പോർഷൻസ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ക്ലോസ് ആയി പോർഷനില്ല, ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ബാലൻസ് വരുന്ന പീസില്ലേ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷൻ, നമ്മൾ കട്ട് ചെയ്ത വളഞ്ഞ പോർഷനല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വന്ന പോർഷനില്ലേ അതിനെ നമുക്ക് ആ ഒരു പോർഷനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ പോയിന്റിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ പാറ്റേൺ വെച്ച് കൊടുക്കാം. പാറ്റേണിൽ ഈ ഒരു ജോയിൻറ്റ് വരുന്ന പോർഷനിൽ അലവൻസ് അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ അലവൻസ് ഇട്ടിട്ട് വേണം ഇനി കട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് അലവൻസോട് കൂടി ഇതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ലെങ്ത് വേണമെങ്കിൽ വേറെ ജോയിൻറ്റ് പീസൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മാക്സിമം ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസിൽ ഈ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പ്രസ്സിങ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ലോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവും, സ്റ്റിച്ച് പൊട്ടിപ്പോവും. അപ്പോൾ നല്ല രീതിക്ക് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് പീസിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ടോ, ഇത് നമുക്ക് ജസ്റ്റ് 1 ഇഞ്ചസ് ഒന്ന് കയറ്റി ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പാൻറ്റിൻ്റെ ബോട്ടം പോർഷൻ ഇതുപോലെ 4 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടായിട്ട് ഫോൾഡ് ആക്കിയിട്ട് നമ്മൾ ആ ക്രോച്ച് മാർക്ക് ചെയ്തില്ലേ ആ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നോർമലി പാൻറ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് മറിച്ചിട്ടെടുത്തതിന് ശേഷം സെൻറ്റർ പോർഷൻ, ഈ ക്രോച്ചിൻ്റെ പോർഷനില്ലേ അത് കറക്റ്റായിട്ട് പിടിക്കാം. സെൻറ്റർ പോർഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രോച്ചിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ചസ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇലാസ്റ്റിക് വേണമെങ്കിൽ അങ്ങനെ ഇലാസ്റ്റിക്കും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വള്ളി അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് 1/2 ഇഞ്ചസ് മതിയാവും. ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ 1 ഇഞ്ചസ് നമുക്കിതുപോലെ ഫോൾഡ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചസ് ഇലാസ്റ്റിക് കൊടുക്കാനാണ് നമ്മൾ 1 ഇഞ്ചസും മടക്കുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.